മെറ്റീരിയൽ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല പല തിളങ്ങുന്ന മെറ്റീരിയൽ. ഇതൊക്കെ അവര് യൂട്യൂബിൽ കൊണ്ടുവന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ വേറൊരു മോഡേൺ സ്റ്റൈലല്ലേ വീട് കണ്ടംപററി സ്റ്റൈൽ. കണ്ടംപററി അങ്ങനെ വേണം പറയാം. നമുക്ക് ഇങ്ങനെ മോഡേൺ ഒക്കെ അറിയുള്ളൂ. കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണത് അല്ലേ? ഈ നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം. ഇത് നമ്മുടെ ഒരു പ്രയർ ഏരിയ. പ്രയർ ഏരിയ. ഓക്കെ. ഇതൊക്കെ എവിടുന്നാ വാങ്ങിയത്? ഇതെല്ലാം UK ആന്റി ഒക്കെ അവിടുന്ന് കൊണ്ടുവന്ന ഓരോ പീസസ് ആണ്. ഓക്കെ. ഇതിനൊരു കുഞ്ഞ് ലൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ. ഇത് ഈ ചെടിയൊക്കെ ഒറിജിനൽ ആണോ? അല്ല അല്ല അല്ല. ആര് വെള്ളം ഒഴിക്കും? അത് ശരിയാണ്. ഷൂട്ടിന്റെ തിരക്കിൽ ഇവൻ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു പോയാൽ ശരിയാവില്ല. അപ്പൊ അതൊന്നും ഒറിജിനൽ അല്ല ഗൈസ്. ഓക്കെ. ഇനി ഈ ടി വി ഏത് ബ്രാൻഡ്? വേണ്ട വേണ്ട. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പാനാസോണിക്. ഇതെന്താ ജാഗ്വർ? ജാഗ്വർ. ശരിക്കുള്ള ജാഗ്വർ കിട്ടാത്തോണ്ട് ചെറിയൊരു ജാഗ്വർ വാങ്ങി. കുഞ്ഞൊരു ജാഗ്വർ വാങ്ങിയില്ലേ? ഇത് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. നിങ്ങളെല്ലാം പുലിക്കുട്ടികളാണ് പറയണത്. അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ടാണ് അത് വാങ്ങിയത്. ഇതെന്താ? TV ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ പുലി പിടിക്കും. ഇത് മറ്റേ പിണഞ്ഞ ജീവിതം അതാണോ ഉദ്ദേശിച്ചത്? ആകെ കെട്ടുപിടിച്ച സാധനമല്ലോ. ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന്റെ സിംബോളിക് ആയിട്ട് സത്യം പറഞ്ഞ ഈ വീട്ടിൽ ഓരോരുത്തരും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു അർത്ഥം കണ്ടുപിടിക്കാം. പിന്നെ എല്ലാരും വീട്ടിന്റെ ഉള്ളിലാണ് ഇത് ആമാടപ്പെട്ടി ആഭരണപ്പെട്ടിക്ക് വെക്കുക. അതെന്ത് ഇവിടെ വെച്ചിരിക്കുന്നത്? ആൾക്കാർക്ക് എന്തെങ്കിലും വരുമ്പോ അതിനകത്തേക്ക് ഇടാം. അത് മാത്രമല്ല അതിനകത്തൊന്നും ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും ബില്ലും കാര്യങ്ങളൊക്കെ കറണ്ട് ബില്ല് വെച്ചിട്ട് പോകാൻ വേണ്ടി വെച്ചതാണ്. കറണ്ട് ബില്ല് വെക്കാൻ വേണ്ടി ഇവിടെ ആമാരപ്പെട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യാറ് ഗൈസ്. ഓക്കെ. ആക്ച്വലി ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതൊരു ജസ്റ്റ് ഒരു ലിവിംഗ് റൂം അല്ലേ? പക്ഷെ ഇതിന്റെ സീലിംഗ് ആക്ച്വലി ഭയങ്കര വലുതാ. അതെ, ഭയങ്കര ടോപ്പ് ഇത് വലിയൊരു ലൈറ്റ് ഒക്കെ ഉണ്ട്. ആ ലൈറ്റ് കത്തും ലൈറ്റ് കത്തി ഗൈസ്. നല്ല ലൈറ്റ്. ഈ ഏരിയയിലാണ് അപ്പൊ കൂടുതൽ ഫാമിലി ഗാദറിംഗ്സ് എല്ലാം ഇവിടെ ഈ സ്പേസിലായിരിക്കും. ഓക്കെ. പിന്നെ എനിക്ക് ഈ സ്പേസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് വണ്ടി. ഇത് ആക്ച്വലി ബിന്നിക്ക് ഓടിക്കാൻ വേണ്ടി എനിക്ക് കാർ വാങ്ങി തരാന്ന് പറഞ്ഞ് പറ്റിച്ച് കോണ്ടസ്റ്റയ്ക്ക് വരെ ഇത് വാങ്ങിയില്ലേ? അതൊക്കെ ശരിക്കും നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞു ബോയ് ഉണ്ട്, ഞങ്ങളുടെ ജോഷുവ ബേബി. ഇതിനൊക്കെ ഏകദേശം എത്രയാവും ഇങ്ങനെ ഒരു കാറിന്? നല്ല പൈസയാവും. നല്ല പൈസയാവും. ഇതിങ്ങനെ ശരിക്കും ഓടിക്കാൻ പറ്റണ പോലെ കാറാ? 80,000 സോറി 80,000 കാറാണ് ഇരിക്കുന്നത്. ഓ മൈ ഗോഡ്. ആ കുട്ടീനൊന്ന് കാണാൻ പറ്റും. എന്റെ അച്ഛനമ്മ ഇതൊന്നും വാങ്ങി തന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ലാൻഡ് ചെയ്യും. ഓക്കെ. പിന്നെ ഇതും ആക്ച്വലി ഇവിടെ കുറെ ഗാർഡൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഇതൊന്നും വെള്ളം ഒഴിക്കണ്ട, വാടത്തും ഇല്ല കരിയത്തും ഇല്ല. അതൊരു രസത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അതെ.